2-3 ദിവസം മുമ്പേ എൻ്റെ അടുത്തൊരു കുട്ടിയെ കൊണ്ടുവന്നു. 6ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ അങ്ങനെ പഠിക്കുന്ന കുട്ടിയാണ്. ഒരു വയറുവേദനയൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ ചെക്കപ്പ് ചെയ്തപ്പോഴത്തേക്ക് ആ കുട്ടിയുടെ വെയിറ്റ് 50 കിലോയ്ക്ക് മുകളിൽ വന്നപ്പോഴാണ് എന്നെ മനസ്സിലാക്കുന്നത്. ആ കുട്ടിയുടെ ഒരു ഡെയിലി റുട്ടീൻ എന്ന് വെച്ചാൽ രാവിലെ 7 മണിയാകുമ്പോൾ എണീക്കും. സ്കൂളിൽ പോയിരുന്ന സ്കൂളാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ഒരു 7 മണി വരെ ഈ കുഞ്ഞിൻ്റെ മെയിനായിട്ടുള്ള ആക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിവൈസുകളിലാണ്. അപ്പോൾ ഫോണിൽ വീഡിയോസ് കാണുക, ഗെയിംസ് കളിക്കുക. അപ്പം കുട്ടിയോട് ചോദിച്ചു കളിക്കുന്നത് ഇഷ്ടമാണോ? അപ്പോൾ പറഞ്ഞു എനിക്ക് കളിക്കുന്നത് വളരെ ഇഷ്ടമാണ്. അപ്പോൾ എന്ത് ഗെയിമാണ് കളിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എക്സസൈസ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചോദിച്ചത്. പക്ഷേ ആ കുട്ടിക്ക് ഓൺലൈൻ ഗെയിം കളിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ കൂട്ടുകാരില്ലേ, കാര്യമായിട്ടുള്ള കൂട്ടുകാരൊന്നുമില്ല. അപ്പോൾ അവിടെ സോഷ്യൽ ആക്ടിവിറ്റിയും ഇല്ല. സ്കൂളിൽ പോയാൽ പോലും ഫ്രണ്ട്സൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നടക്കാൻ പോകാൻ പോലും മടിയാണ്. പാരൻസിൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയം പോലും വളരെ കുറവാണ്. അപ്പോൾ ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് പ്രായമായ ഒരു കുട്ടിയുടെ അവസ്ഥ ഇതാണ്. ഇപ്പോൾ ഈ സ്മാർട്ട് TV ഒക്കെ വന്നപ്പോഴത്തേക്ക് നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് പോകുന്ന പോലെ അവരും സെർച്ച് ചെയ്ത് പോകും. അപ്പോൾ അങ്ങനെ ചെന്നെത്തുന്നത് ചിലപ്പോൾ അവരുടെ പ്രായത്തിൽ കാണണ്ടാത്തത് പറഞ്ഞ പോലെ അടിയും ബഹളവും വഴക്കവും ഒക്കെ ഉള്ള രീതിയിലുള്ള കാർട്ടൂണൊക്കെ ആകുമ്പോഴത്തേക്ക് ആദ്യമേ തന്നെ അവരെ അതിൽ നിന്ന് ഡിസ്കറേജ് ചെയ്ത് അവർക്ക് പറ്റുന്ന പ്രോഗ്രാംസ് ചെയ്ത് ഗൈഡൻസ് ആദ്യമേ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവരത് കണ്ടു തുടങ്ങില്ല. അപ്പോൾ പല പ്രോഗ്രാംസും കുഞ്ഞുങ്ങളെ കണ്ട് വരുമ്പോഴാണ് പിന്നെ അവർ അതിലോട്ടങ്ങ് ആയിപ്പോകുന്നത്, അഡിക്ഷൻ പോലെ ആയിപ്പോകുന്നത്. പിന്നെ അവരെ തിരിച്ചു കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. 5 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾ TV കാണുമ്പോഴോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോഴോ പ്രോഗ്രാംസ് കാണുമ്പോഴൊക്കെ നമ്മളുടെ പ്രസൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രോഗ്രാംസ് മാത്രം കാണിക്കുക. നഴ്സറി റൈംസ് അതുപോലെ കാർട്ടൂണുകളാണെങ്കിലും അവരുടെ പഠിപ്പിക്കാനായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് പ്രോഗ്രാംസ് നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്പേഴ്സ് പഠിപ്പിക്കാം, ലെറ്റേഴ്സ് പഠിപ്പിക്കാം, വേർഡ്സ് പഠിപ്പിക്കാം, മൃഗങ്ങളും മറ്റും, അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. പക്ഷേ അതേ സ്ഥാനത്ത് തന്നെ ഇപ്പോൾ കാർട്ടൂൺസ് തന്നെ ഒരുപാട് അക്രമങ്ങൾ കാണിക്കുന്ന കാർട്ടൂൺസ്, ഒരു കാർട്ടൂൺ ക്യാരക്ടർ തന്നെ മറ്റൊരു ക്യാരക്ടറെ കൊല്ലുകയും അടിക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള പ്രോഗ്രാംസാണ് നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കുന്നതെങ്കിൽ ഈ വളർന്നു വരുന്ന കുഞ്ഞ് മനസ്സിലാകുന്നത് അതെല്ലാം റിയൽ ആണെന്ന്, അത് അവരുടെ സമപ്രായക്കാരോടോ അല്ലെങ്കിൽ നമ്മളോടോ ഒക്കെ അത്തരത്തിലുള്ള വയലൻസ് കാണിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ പല പ്രോഗ്രാംസും ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ കാർട്ടൂൺസ് ആണെങ്കിൽ പോലും മുതിർന്ന ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന കാർട്ടൂൺസ് ആയിരിക്കും ചിലത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ പ്രോഗ്രാംസ് കുഞ്ഞുങ്ങൾ കാണാൻ പാടില്ല. അപ്പോൾ അവരുടെ ഡെവലപ്മെൻ്റ് അല്ല ആ രീതിയിൽ വളരാൻ സാധ്യതയുണ്ട്, ബിഹേവിയർ ആ രീതിയിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രോഗ്രാംസ് അവോയ്ഡ് ചെയ്യുക. പാരൻസോ അല്ലെങ്കിൽ മുതിർന്ന ഒരാളോ ഇരുന്ന് കുഞ്ഞ് കാണുന്ന പ്രോഗ്രാം എന്താണെന്ന് നമ്മളും മനസ്സിലാക്കുക. അവർക്ക് ആ കാര്യങ്ങൾ കണ്ട് അതിനകത്ത് ശരിയായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും അവരുടെ കൂടെ ആ സമയത്ത് ഇൻറ്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓൺലൈൻ ഗെയിംസിലോട്ടും ഓൺലൈൻ പ്രോഗ്രാംസിലോട്ടും യൂട്യൂബ് വീഡിയോസിലോട്ടും ഒക്കെ പോകുമ്പോഴത്തേക്ക് പാരൻസിന് അതിൻ്റെ പുറത്തൊരു കൺട്രോൾ ഇല്ല എന്നുള്ളതാണ്. അപ്പം ഫോൺ മുഴുവൻ സമയം കുട്ടിയുടെ കയ്യിലാണ്. കുട്ടി പാരൻസിന് ഫോൺ തിരിച്ചു കൊടുക്കുന്നില്ല. കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഈ കുട്ടികളുടെ ആക്ടിവിറ്റി, ബിഹേവിയർ, അവരുടെ ഹെൽത്ത് പ്രോബ്ലംസ്, അതുകൊണ്ടുണ്ടാകുന്ന ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസ്, പൊണ്ണത്തടിയും അതുമായിട്ട് അനുബന്ധിച്ചിട്ടുണ്ടാകുന്ന പ്രോബ്ലംസ് എല്ലാം കൂടുതലായിരിക്കും ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ജനറേഷൻ അല്ലെങ്കിൽ വളർന്നു വരുന്ന പ്രായത്തിൽ.